ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GK മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഓപ്ഷൻ എ ടിബിയ, ഓപ്ഷൻ ബി ഫീമർ, ഓപ്ഷൻ സി ഹ്യൂമറസ് ആൻഡ് ഓപ്ഷൻ ഡി സ്കൾ. ശരിയുത്തരം മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഓപ്ഷൻ ബി ഫീമർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളം ഉരുകുമ്പോൾ അണുക്കളുടെ ഘടനയിൽ സംഭവിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ദൂരം കുറയുന്നു, ഓപ്ഷൻ ബി ദൂരം കൂടുന്നു, ഓപ്ഷൻ സി തുല്യമായിരിക്കുന്നു, ഓപ്ഷൻ ഡി രൂപം മാറ്റമില്ല. ശരിയുത്തരം വെള്ളം ഉരുകുമ്പോൾ അണുക്കളുടെ ഘടനയിൽ സംഭവിക്കുന്നത് ഓപ്ഷൻ ബി ദൂരം കൂടുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൃഗങ്ങളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഏത് മൂലകത്തോടാണ്? ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി കാപ്പർ ആൻഡ് ഓപ്ഷൻ ഡി കാൽഷ്യം. ശരിയുത്തരം മൃഗങ്ങളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഏത് മൂലകത്തോടാണ്? ഓപ്ഷൻ എ ഇരുമ്പ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിൽ ഇരുമ്പിന്റെ ധാരാളം നിക്ഷേപമുള്ള നിറമുള്ള പാറകൾ ഏതാണ്? ഓപ്ഷൻ എ ബസാൾട്ട്, ഓപ്ഷൻ ബി ഹീമാറ്റൈറ്റ്, ഓപ്ഷൻ സി ലൈംസ്റ്റോൺ ആൻഡ് ഓപ്ഷൻ ഡി സ്ലൈറ്റ്. ശരിയുത്തരം ഭൂമിയിൽ ഇരുമ്പിന്റെ ധാരാളം നിക്ഷേപമുള്ള നിറമുള്ള പാറകൾ ഓപ്ഷൻ ഡി സ്ലൈറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കിരണങ്ങളുടെ പ്രതിഫലനം ഉണ്ടാകുന്ന കോണിനെയും പ്രതിഫലിത കോണിനെയും തമ്മിലുള്ള ബന്ധം ഏത് നിയമം വ്യക്തമാക്കുന്നു? ഓപ്ഷൻ എ ന്യൂട്ടന്റെ രണ്ടാം നിയമം, ഓപ്ഷൻ ബി പ്രതിഫലന നിയമം, ഓപ്ഷൻ സി ഹുക്കിന്റെ നിയമം ആൻഡ് ഓപ്ഷൻ ഡി ബെർണൂലി നിയമം. ശരിയുത്തരം ഓപ്ഷൻ ബി പ്രതിഫലന നിയമം. ആറാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ തുളിക്കുന്നു? ഓപ്ഷൻ എ 60 മുതൽ 70, ഓപ്ഷൻ ബി 72 മുതൽ 80, ഓപ്ഷൻ സി 90 മുതൽ 100 ആൻഡ് ഓപ്ഷൻ ഡി 50 മുതൽ 60. ശരിയുത്തരം മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി ഓപ്ഷൻ ബി 72 മുതൽ 80 വരെ തുളിക്കുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് സൃഷ്ടിക്കുന്ന പ്രധാന വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ശരിയുത്തരം ഗ്രീൻ ഹൗസ് എഫക്റ്റ് സൃഷ്ടിക്കുന്ന പ്രധാന വാതകം ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കണിശമായ ദ്രവ്യങ്ങളുടെ ഘടന പഠിക്കുന്ന ശാസ്ത്രരേഖ ഏത്? ഓപ്ഷൻ എ ഫിസിക്സ്, ഓപ്ഷൻ ബി കെമിസ്ട്രി, ഓപ്ഷൻ സി സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആൻഡ് ഓപ്ഷൻ ഡി ബയോളജി. ശരിയുത്തരം കണിശമായ ദ്രവ്യങ്ങളുടെ ഘടന പഠിക്കുന്ന ശാസ്ത്ര ശാഖ ഓപ്ഷൻ സി സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി അഡ്രിനലിൻ, ഓപ്ഷൻ സി ആൽഡോസ്റ്റിറോൺ, ഓപ്ഷൻ ഡി തൈറോക്സിൻ. ശരിയുത്തരം മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ സി ആൽഡോസ്റ്റിറോൺ. പത്താമത്തെ ക്വസ്റ്റ്യൻ, വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന പ്രക്രിയ ഏത്? ഓപ്ഷൻ എ ഇലക്ട്രോളിസിസ്, ഓപ്ഷൻ ബി ഫിൽട്രേഷൻ, ഓപ്ഷൻ സി ഡിസ്റ്റിലേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സബ്ലിമേഷൻ. ശരിയുത്തരം വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന പ്രക്രിയ ഓപ്ഷൻ എ ഇലക്ട്രോളിസിസ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റ് ഫോസ്ഫറസ് എളുപ്പത്തിൽ കത്തുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ അതിൻ്റെ ഉരുകൽ നില കൂടുതലാണ്,
ഓപ്ഷൻ ബി അതിൻ്റെ തീപിടുത്ത നില കുറവാണ്. ഓപ്ഷൻ സി അതിൽ വെള്ളം കൂടുതലുണ്ട്. ഓപ്ഷൻ ഡി അത് ദ്രാവമാണ്. ശരിയുത്തരം വൈറ്റ് ഫോസ്ഫറസ് എളുപ്പത്തിൽ കത്തുന്നതിന് കാരണം ഓപ്ഷൻ ബി അതിൻ്റെ തീപിടുത്ത നില കുറവാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വൃഷ്ടി അളക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ എ ബാരോമീറ്റർ, ഓപ്ഷൻ ബി റെയിൻ ഗേജ്, ഓപ്ഷൻ സി ആനിമോമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഹൈഗ്രോമീറ്റർ. ശരിയുത്തരം വൃഷ്ടി അളക്കുന്ന ഉപകരണം ഓപ്ഷൻ ബി റെയിൻ ഗേജ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമുള്ള പിഗ്മെന്റ് ഏത്? ഓപ്ഷൻ എ കരോറ്റിൻ, ഓപ്ഷൻ ബി ക്ലോറോഫിൽ, ഓപ്ഷൻ സി സൈഗോഫിൽ ആൻഡ് ഓപ്ഷൻ ഡി സാനോഫിൽ. ശരിയുത്തരം ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമുള്ള പിഗ്മെന്റ് ഓപ്ഷൻ ബി ക്ലോറോഫിൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള മരുഭൂമി ഏത്? ഓപ്ഷൻ എ സഹാറ, ഓപ്ഷൻ ബി അറേബ്യൻ, ഓപ്ഷൻ സി അന്റാർട്ടിക്ക ആൻഡ് ഓപ്ഷൻ ഡി ഗോബി. ശരിയുത്തരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള മരുഭൂമി ഓപ്ഷൻ സി അന്റാർട്ടിക്ക. 15ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യനിലെ ലിംഫാറ്റിക് സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ രക്തം പമ്പ് ചെയ്യുന്നു, ഓപ്ഷൻ ബി രോഗപ്രതിരോധം നൽകുന്നു, ഓപ്ഷൻ സി ഹോർമോൺ നിർമ്മിക്കുന്നു ആൻഡ് ഓപ്ഷൻ ഡി ശരീരത്തിലെ വെള്ളം ആവർത്തിക്കുന്നു. ശരിയുത്തരം മനുഷ്യനിലെ ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത് ഓപ്ഷൻ ബി രോഗപ്രതിരോധം നൽകുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദ തരംഗങ്ങൾ ശൂന്യാവകാശത്തിൽ പ്രചരിക്കാത്തത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ അവയ്ക്ക് മാധ്യമം ആവശ്യമില്ല, ഓപ്ഷൻ ബി അവയ്ക്ക് പ്രചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമുണ്ട്, ഓപ്ഷൻ സി അവ പ്രകാശ തരംഗങ്ങളാണ് ആൻഡ് ഓപ്ഷൻ ഡി അവ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ്. ശരിയുത്തരം ശബ്ദ തരംഗങ്ങൾ പ്രചരിക്കാത്തത് ഓപ്ഷൻ ബി അവയ്ക്ക് പ്രചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ, പെനിസിലിൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ ലൂയി പാസ്റ്റർ, ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഓപ്ഷൻ സി റോബർട്ട് കോച്ച് ആൻഡ് ഓപ്ഷൻ ഡി ജോസഫ് ലിസ്റ്റർ. ശരിയുത്തരം പെൻസിലിൻ കണ്ടുപിടിച്ചത് ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ബയോഡീസൽ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഘടകം ഏത്? ഓപ്ഷൻ എ വെജിറ്റബിൾ ഓയിൽ, ഓപ്ഷൻ ബി ഖനന എണ്ണ, ഓപ്ഷൻ സി കൽക്കരി ആൻഡ് ഓപ്ഷൻ ഡി വാതകം. ശരിയുത്തരം ബയോഡീസൽ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഘടകം ഓപ്ഷൻ എ വെജിറ്റബിൾ ഓയിൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ വെള്ളത്തിന്റെ ശരാശരി ശതമാനം എത്രയാണ്? ഓപ്ഷൻ എ 40%, ഓപ്ഷൻ ബി 60% ആൻഡ് ഓപ്ഷൻ സി 70% ആൻഡ് ഓപ്ഷൻ ഡി 80%. ശരിയുത്തരം മനുഷ്യ ശരീരത്തിൽ വെള്ളത്തിന്റെ ശരാശരി ശതമാനം ഓപ്ഷൻ സി 70%. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഏതാണ്? ഓപ്ഷൻ എ IIT മുംബൈ, ഓപ്ഷൻ ബി IISc ബാംഗ്ലൂർ, ഓപ്ഷൻ സി IISER തിരുവനന്തപുരം ആൻഡ് ഓപ്ഷൻ ഡി കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ശരിയുത്തരം ഇന്ത്യയിലെ ആദ്യ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഓപ്ഷൻ ബി IISc ബാംഗ്ലൂർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ശരിയുത്തരം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന വാതകം ഓപ്ഷൻ സി നൈട്രജൻ.
അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്